സർക്കംഫറൻസ് എന്താ സംഭവം? അതായത് ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന എ ബി സി എന്ന് പറഞ്ഞ വെർട്ടിസിനെ ചേർത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുമ്പം ആ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന എന്താണ്? ഈ ഓയാണ്. അത് ഈ ട്രയാങ്കിളിനകത്ത് വരുള്ളൂ. അതാണ് സർക്കംസെൻറ്റർ. ഇവിടെ ഈ കേസിൽ എന്താ വരുന്നത്? അതായത് ഒ എ എന്ന് പറയുന്നു, ഒ ബി എന്ന് പറയുന്നു, ഒ സി എന്ന് പറയുന്നത് എന്താണ്? സർക്കം റേഡിയസ് ആണ്. അത് ക്യാപിറ്റൽ ആർ. ഇവിടെ ഈ സർക്കംസെൻറ്റർ എന്ന് പറയുന്ന സംഭവം ഇതെന്താണ്? ട്രയാങ്കിളിനകത്ത് തന്നെ വരണമെന്നില്ല, വേണമെങ്കിൽ ട്രയാങ്കിളിൻ്റെ പുറത്തും ആവും. മേ സൈഡ് ആവാം, അല്ലെങ്കിൽ മേ ഔട്ട് സൈഡും ആവാം. ഇവിടെ ഇത് കാര്യം ഓർത്തിരിക്കുന്നത് എന്താണ്? അതായത് ഈ ആംഗിൾ ബി എ സി എന്ന് പറയുന്നു, അതുപോലെ ഈ ആംഗിൾ ഒന്ന് എടുത്ത് നോക്കിയാൽ ബി ഒ സി എന്ന് പറയുന്നു. ഈ ബി എ സിയുടെ എന്താണ്? ഇരട്ടിയായിരിക്കും ബി ഒ സി എന്നുള്ളത്. ഇതെന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് സർക്കംസെൻറ്റർ നടുക്കുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് വെർട്ടസ് ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. ഇത്രയുള്ളൂ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിലെ ഒരാംഗിളും പിന്നെന്താണ് ഒരു സൈഡും തന്നിട്ടുണ്ടെന്ന് വെച്ചോളാം. അപ്പം അതിൻ്റെ സർക്കം റേഡിയസ് കാണുന്നത് എന്താണ്? സർക്കം റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? അതുപോലെ x/2 sin θ ആണ്. അത് പഠിച്ചു വെച്ചോളാം. ഇനി എന്താണ് വേറെ രീതിയിൽ ചോദ്യം ചോദിക്കാം. അതായത് നമുക്ക് 3 സൈഡാണ് തന്നേക്കുന്നത്. എക്സ് വൈ സൈഡ് എന്ന് പറഞ്ഞാൽ 3 സൈഡാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്യാപിറ്റൽ ലെറ്റർ ആർ, അതായത് എന്താ നമ്മുടെ സർക്കംസെൻറ്റർ ചോദിക്കുകയാണെങ്കിൽ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് XYZ എന്താണ് 4 ഡെൽറ്റയാണ്. ഡെൽറ്റ എന്താണ്? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഞാൻ സംശയമില്ല. അതായത് R = δ/S എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇതെന്ത് ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മുടെ റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണിത്. ഇനി എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്ററിനെ കുറിച്ച് സംസാരിക്കാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ എങ്ങനെയാണ് വരിക? അത് ഹൈപ്പോട്ടനസിലാണ് വരിക. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് പുറമെ എനിക്ക് സർക്കിൾ വരയ്ക്കാൻ നല്ല പാടായതുകൊണ്ടാണ് ഞാൻ ആദ്യം സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ട്രയാങ്കിൾ വരച്ചത്. കണ്ടില്ലേ? ഇപ്പം നോക്കിക്കേ, ഇവിടെ ഈ ഒ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ത്? സെൻറ്റർ. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഒ എ ആണ്. അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ക്യാപിറ്റൽ ആർ അതായത് സർക്കംസെൻറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടനസ്/2 ആണ്. എന്താണ് ഈ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റ് ആണ് സർക്കംസെൻറ്ററായിട്ട് വരുന്നത്. ഈ സംഭവം എന്താണ്? നമ്മൾ അപ്പുറത്ത് പറഞ്ഞായിരുന്നു, ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് ചോദിച്ചേക്കുന്നത് സർക്കം റേഡിയസാണ് ചോദിച്ചേക്കുന്നത്. സർക്കം റേഡിയസ് എന്താണ്? ആറാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഒരു സൈഡ് തന്നിട്ട് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. R = x/2 sin എന്ന് പറഞ്ഞ ഇക്വേഷൻ. എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് സൈഡ് ബി സി ആണ്. ഇത് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ്. 8/2 sin 30 എത്രയാണ്? sin 30 എന്താ? 1/2 തന്നെയാണ്. 20 വെട്ടിപ്പോയി. ആൻസർ എത്രയാണ്? ആൻസർ 8 സെൻറ്റിമീറ്റർ തന്നെയാണ് ഉത്തരം. ഇനി എന്താണ് നമുക്ക് അടുത്ത ഓർത്തോ സെൻറ്ററിനെ പറ്റി പഠിക്കാം. ഓർത്തോ സെൻറ്റർ ഇവിടെ എന്താണ്? ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡെല്ലാം കൂടെ വരച്ച് കഴിയുമ്പം എല്ലാ ആൾട്ടിറ്റ്യൂഡും ഒന്നിച്ച്
ഒരു പോയിന്റ് കൂട്ടുകിട്ടും. ആ സ്ഥലമാണ് എന്ത് ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത്. ആദ്യം ഇതിനകത്ത് ഓർത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്താ എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഗ്രേറ്റർ ദാൻ എപ്പോഴും വലുതായിരിക്കും എന്തിനേക്കാളും ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ എല്ലാത്തിൻ്റെ സമയക്കാളും. അതായത് എ ഡി പ്ലസ് ബി പ്ലസ് എഫ് സി എന്ന് പറയുന്നത് എന്താണ് ഇതേ വലുത് വരത്തുള്ളൂ. എപ്പോഴും എന്തായിരിക്കും സൈഡിലുള്ള സമ്മാനിക്കും വലുത്. ഇവിടെ എന്താണ് ഇനി രണ്ടാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അതായത് ബി ഒ സി ഇവിടുത്തെ ഈ നടുക്കത്തെ ആംഗിളില്ലേ അതെന്ന് പറയുന്നത് സി ആണ് ആംഗിളാണ് ഉദ്ദേശിച്ചത് ആംഗിളാണ്. ബി ഒ സി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ആംഗിളെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അയ്യോ അങ്ങനെയല്ല, ബി ഒ സി കിട്ടാൻ 180 ആംഗിളെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. എന്താണ് ഓർത്തോ സെൻറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പേരെന്താണ് ആംഗിൾ എ ഒ സി കാണാൻ എന്ത് ചെയ്യണ്ട 180 എന്താ ആംഗിൾ ബി അങ്ങ് മൈനസ് ചെയ്താൽ മതി. പിന്നെ ഒരു ഒരെണ്ണം കൊടുക്കും എ ഒ ബി ആണ്. ആംഗിൾ എ ഒ ബി കാണാൻ എന്താ ചെയ്യണ്ടേ 180 എ സി അങ്ങ് മൈനസ് ചെയ്യാം. എന്നാ ഇത് മൂന്നും പഠിച്ചു വെച്ചോ. അപ്പം ഇവിടെ എന്താവും ഓർത്തോ സെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ബി ഒ സി കാണാൻ എന്ത് ചെയ്യേണ്ട 180 എ കുറയ്ക്കുക, എ ഒ സി കാണാൻ എന്ത് ചെയ്യേണ്ട 180 ബി കുറയ്ക്കുക, എ ഒ ബി കാണാൻ എന്താ 180 സി കുറയ്ക്കുക. ഇത് എപ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഈ ഒ എന്ന് പറയുന്നത് എന്താണ് ഒ എന്ന് പറയുന്നത് ഓർത്തോ സെൻറ്റർ ആണെങ്കിൽ മാത്രമേ ഈ ഒ അല്ലാത്ത ശരിക്കും ഓർത്തോ സെൻറ്ററിൻ്റെ കറക്റ്റ് കാണിക്കുന്ന ലെറ്റർ എച്ച് ആണോ. ഞങ്ങളത് ഓ എന്ന് എഴുതിക്കുന്നുള്ളൂ, ശരിക്കും പറഞ്ഞ എച്ച് ആണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലോ, അതായത് ഇതാദ്യം ഇങ്ങനെ പറയേണ്ടായിരുന്നു. ഇൻസെൻറ്റർ എന്താണ് ഇൻസെൻറ്റർ ഐ എ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻസെൻറ്റർ ഐ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒ എന്താണ് ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒ എന്ന് പറയുന്നത് സർക്കംസെൻറ്റർ ആണ്. അതുപോലെ എച്ച് എന്താണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ് ഓർത്തോ സെൻറ്റർ നമ്മൾ ഒരെണ്ണം കൂടി പഠിക്കും. അതേതാണ് അതെന്ന് പറഞ്ഞാൽ ജി ആണ്. എന്ത് സെൻട്രോൾ. നമുക്ക് അടുത്ത കോൺസെപ്റ്റ് പഠിക്കാം. ഇവിടെ എന്താണ് ഈ ട്രയാങ്കിൾ എച്ച് എന്ന് പറയുന്ന ഓർത്തോ സെൻറ്റർ. അപ്പം ഈ കോൺസെപ്റ്റ് എന്താ പറയുന്നത്? അതായത് എച്ച് ഇൻറ്റു എച്ച് ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു പി എച്ച് ഇൻറ്റു എച്ച് ഇ ഈക്വൽ ടു സി എച്ച് ഇൻറ്റു എച്ച് എഫ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചോളാം. ഇത് അടുത്തൊരു കോൺസെപ്റ്റാണ്. ഇവിടെ സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നത്, അതായത് 3 തരും, 4ാമത്തെ ഒരു വേരിയബിൾ തരത്തില്ല, എന്നിട്ട് 4ാമത്തെ ഒരെണ്ണം കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് 3 തരും, ഇത് തരത്തില്ല, എന്നിട്ട് ഇത് എച്ച് കണ്ടുപിടിക്കണം. നമുക്കെന്താണ് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. അതായത് ഇത് 4 തന്നിട്ടുണ്ട്, ഇത് 3 തന്നിട്ടുണ്ട്, ഇത് 3 തന്നിട്ടുണ്ട്. അപ്പം എച്ച് എത്രയാണ് നമുക്ക് നോക്കാം. അതെന്താണ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 4 × 3 എന്ന് പറയുന്നത് എന്താണ് ബി എച്ച് എന്ന് തന്നിട്ടുണ്ട്, 3 × എച്ച് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇതിലൂടെ കൊടുക്കുമ്പോൾ ആ 3 എന്താ ഇവിടെ വരും. ഈസിയായിട്ട് എച്ച് ഈസിക്കൽ ടു 4 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താണ് ഓർത്തോ സെൻറ്ററിൻ്റെ പൊസിഷൻ. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഓർത്തോ സെൻറ്ററിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഓർത്തോ സെൻറ്റർ ഇവിടെ വരുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വെർട്ടിസസിൽ വരും, ഈ ബി എന്ന് പറയുന്ന വെർട്ടിസസിൽ വരും. കാരണം എന്താ ഈ ബി സി എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് ഇത് ആൾട്ടിറ്റ്യൂഡായിട്ട് വരും. തിരിച്ചൊന്ന് എടുത്ത് നോക്കി, എ ബി ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് പി സി ആൾട്ടിറ്റ്യൂഡായിട്ട് വരും. ഇപ്പം 2 വെർട്ടിസസ് കൂടി ചേരുന്ന സ്ഥലം എവിടെയാണ്
ആംഗിൾ ബിയിലാണ്. ഇനി അതല്ല എ സി ബേസ് ആയിരുന്നു എടുത്ത് നോക്കി. എ സി ബേസ് ആയിട്ട് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ വരും. അപ്പം എന്താണ് അതും ഈ വെർട്ടസ് തന്നെയായിരുന്നു. അപ്പോൾ ബി ആണ് എന്ത് ട്രയാങ്കിളുടെ ഓർത്തോ സെൻട്രായിട്ട് വരും. ബി മീൻസ് ഈ വെർട്ടസ് 90 ഡിഗ്രിയിലുള്ള ഏത് വെർട്ടസാണോ അതാണ് ട്രയാങ്കിളുടെ വെർട്ടസ് ആയിട്ട് വരും, ഓർത്തോ സെൻട്രായിട്ട് വരും. അടുത്ത നമുക്ക് സെൻട്രോയിഡിനെ പറ്റി പറയാം. സെൻട്രോയിഡ്. അപ്പം സെൻട്രോയിഡ് എന്താ സാധനം? അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ് ഏതാ? ജി ആട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ എന്താണ് ഈ ജി എന്ന് പറയുന്ന സ്ഥലമാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ എല്ലാം ചേരുന്ന സ്ഥലമായിരിക്കും എന്ത് സെൻട്രോയിഡ്. ഇപ്പോൾ എ ഡി എന്ന് പറയുന്നൊരു ലൈൻ കാണുന്നില്ല, അതെന്താണ്? അത് മീഡിയനാണ്. മീഡിയൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ബി സി എന്ന് പറഞ്ഞ സൈഡിനെ കറക്റ്റ് രണ്ടായിട്ട് മുറിക്കും. അതുപോലെ എന്താണ് എ സി എന്ന് പറഞ്ഞ സൈഡിനെ കറക്റ്റ് രണ്ടായിട്ട് മുറിക്കും. ഏത് ബി എന്ന് പറഞ്ഞ ലൈൻ. അപ്പം എന്താണ് ബി വേറൊരു മീഡിയനാണ്. അതുപോലെ എഫ് സി എന്ന് പറയുന്ന ഈ ലൈൻ, എഫ് സി എന്ന് പറയുന്ന ലൈൻ എന്താണ് എ ബി എന്ന് പറഞ്ഞ സൈഡിൽ കറക്റ്റ് രണ്ടായിട്ട് മുറിക്കും. അപ്പോൾ അതെന്താണ് മീഡിയനാണ്. ആ മീഡിയൻ എല്ലാം കൂടെ ഒരു പോയിന്റിൽ വരും. ആ പോയിന്റ് പറയുന്ന പേരാണ് ജി. അതായത് ഓർത്തോ സെൻട്രൽ ആൾട്ടിറ്റ്യൂഡ് എല്ലാം ചേരുന്ന സ്ഥലമാണെങ്കിൽ സെൻട്രോയിഡ് എന്താണ് മീഡിയൻ എല്ലാം കൂടെ ചേരുന്ന സ്ഥലമാണ്. ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് എ ഡി എന്ന് പറയുന്ന മീഡിയൻ എന്നറിയാം, ജി എന്ന് പറഞ്ഞ സെൻട്രോയിഡും ആണെങ്കിൽ എന്താ എ ജി ബൈ ബി ജി എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും 2:1 ആണ്. എന്താണ് അപ്പം സെൻട്രോയിഡ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 1ഉം അതിന് മുകളിലോട്ടുള്ള 2 ആയിരിക്കുന്നതാണ് അതിനർത്ഥം. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതായത് എ ജിയുടെ വാല്യൂ എന്താണ് 4 എന്ന് തരാം, അല്ലെങ്കിൽ വേണ്ട എ ജിയുടെ വാല്യൂ എന്താണ് 8 എന്ന് തരാം. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എത്രയാണ്? 8/2 4ആണ്. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എന്താ? 1/4 ചെയ്യുമ്പോൾ ആൻസർ 4 വരും. അപ്പം എന്താണ് ടി ജിയുടെ വാല്യൂ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ എ ജി കിട്ടണമെങ്കിൽ എന്താണ് 3/2 പാർട്ട് ഓഫ് എന്താണ് എ ഡി ആണ്. അതുപോലെ തന്നെ ജി ഡി കിട്ടണമെങ്കിൽ എന്താണ് 3/1 പാർട്ട് ഓഫ് എന്താണ് എ ഡി ആണ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളാം. ഒന്നുമില്ല, ഏറ്റവും എളുപ്പം എന്താണെന്നറിയാം, ഓർത്ത് വയ്ക്കാൻ. അതായത് ഇവിടെ ഇത് 2:1 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മുകളിലോട്ട് എന്താണ് 2 പാർട്ടും താഴോട്ട് 1 പാർട്ടും ആണെന്ന് ഓർത്തിരുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണെങ്കിലും ഏത് തന്നാലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. അടുത്ത എന്താണ് നമുക്ക് അപ്പോലോണിയസ് തിയറം പഠിക്കാം. അപ്പോൾ അപ്പോലോണിയസ് തിയറം തിയറം. അപ്പോൾ അപ്പോലോണിയസ് തിയറം എന്താ പറയുന്നത്? അതായത് AB² + AC² എന്ന് പറയുന്ന 2 × AD² + CD² എന്നാണ് പറയുന്നത്. ഈ ഇക്വേഷൻ വെച്ച് സാധാരണ എങ്ങനെ ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ, അതായത് ലെങ്ത് ഓഫ് ദ മീഡിയൻ ചോദിച്ചാണ് സാധാരണ ചോദ്യം വരാറ്. അതായത് ഈ AD അത് ചോദിച്ചാണ് ചോദ്യം വരാറ് സാധാരണ. നമ്മൾ പറഞ്ഞില്ല എന്താണ് AD എന്ന് പറയുന്ന മീഡിയനാണ് ഓൺ ടു ദ ലൈൻ BC. അപ്പോൾ എന്താണ് ഈ BD BC ഒന്നാണ്. ഒന്നില്ലെങ്കിൽ ഇവിടെ PD ഒന്നില്ലെങ്കിൽ ഇവിടെ CD എന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് PD² എന്ന് എഴുതി ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ്, ഓർത്തിരുന്നോളാം. എന്താ ലെങ്ത് ഓഫ് ദ മീഡിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദ്യം വരും. നമുക്ക് ഈ ഇക്വേഷനായിരുന്നു വേറെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൂഫൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കാം.
എന്താണ് എ ബി സി. എന്നിട്ട് എല്ലാ സൈഡിലേക്ക് ഓരോ മീഡിയം വരച്ചു കൊടുത്തോളാം. ഒരു മീഡിയം, ഇതൊരു മീഡിയം, ഇതൊരു മീഡിയം. എന്നിട്ട് ഇ എഫ് ഡി. എന്നിട്ട് ഈ 3 മീഡിയനെ ചേർത്ത് നമുക്ക് അപ്പോളൻസ് തിയറത്തിന് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 3 ഇൻറ്റു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് സി എഫ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതുകൊണ്ടാണ് ഇത് ഓർത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ എന്താണ് നമുക്ക് മീഡിയനെ വെച്ച് അടുത്തൊരു കോൺസെപ്റ്റ് പറയാം. അതായത് ഇതൊരു ട്രയാങ്കിളാണ്. അതിലേക്ക് എന്താണ് എ ഡി എന്ന് പറയുന്ന ഈ മീഡിയം വരച്ചു എ ബി സി. അപ്പോൾ എ ബി സി, എ ഡി എന്ന് പറയുന്ന ഒരു മീഡിയം വരച്ചു. ഇനി എന്താണ് എ ബിക്ക് പാരലായിട്ട് ഡിയിൽ നിന്ന് എ സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ എന്താണ് ഇതും ഇതും എന്താണ് പാരലാണ്. അപ്പം ഈ പോയിന്റിന് എന്താ ഞാൻ പേര് കൊടുക്കുന്നത്? ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് പറഞ്ഞ പേര് കൊടുക്കുക. അപ്പം എ എന്ന് പറയുന്നു ഇ സി എന്ന് പറയുന്നത് എന്താ സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ഞാനിവിടുന്ന് മീഡിയം വരയ്ക്കുമ്പോഴും ഈ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ വന്ന് ചെയ്യും. എന്താ അപ്പോൾ ഇത് പറയാൻ പ്രത്യേകിച്ച് ഇക്വേഷനൊന്നുമില്ല, ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് എ ബി എന്നുള്ളത് എത്ര 8 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അതുപോലെ എ സി എന്ന് പറയുന്നത് എത്ര 6 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കുന്നത് എന്താ ഡി സി 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ ഡിയുടെ ലെങ്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ അപ്പോളൻസ് തിയറം പഠിച്ചതാണ്. എന്താ അതായത് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. ഇവിടെ എന്താ എ ഡി സ്ക്വയർ ആണ് കാണേണ്ടത്. എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എത്രയാണ് വരുന്നത്? 64 പ്ലസ് 36 വരും. 2 ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ എത്രയാണ്? 49 വരും. ഇത് കൂട്ടുമ്പോൾ എത്ര? 100. 2 ഇൻറ്റു എ ഡി സ്ക്വയർ പ്ലസ് 49 വരും. എന്നാൽ ഈ ലിമിറ്റ് കളഞ്ഞു. 50 മൈനസ് 49 1 വരും. അപ്പോൾ എ ഡി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? 1 എന്ന് കിട്ടി. അപ്പോൾ എ ഡിയുടെ വാല്യൂ √1 എന്താണ് 1 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 സെൻറ്റിമീറ്ററാണ്. ഇനി എന്താണ് ഇനി 2 മീഡിയൻസ് 90 ഡിഗ്രി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്? ഇതെന്നാണ് 2 മീഡിയം വരച്ചു കൊടുക്കുക. 2 എ ബി സി നമ്മളെന്ന് പറഞ്ഞത് ഈ 2 ബി എന്ന് പറഞ്ഞ മീഡിയനും എഫ് സി എന്ന് പറഞ്ഞ മീഡിയനും എന്താണ് 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ 90 ഡിഗ്രിയാണ്. അങ്ങനെ 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എന്താ എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 5 ബി സി സ്ക്വയർ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത് എപ്പം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ തന്നേക്കണം 2 മീഡിയം 90 ഡിഗ്രിയിൽ മീറ്റ് ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഇത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ഞാനിവിടെ 2 മീഡിയം ഡബിൾ ചെയ്ത് ഞാൻ 3ാമതൊരു മീഡിയം ആഡ് ചെയ്യാൻ പോവാം. ഇങ്ങനെയാണ് ആഡ് ചെയ്യാൻ പോവാം. എന്താ പേരും കൊടുത്തു എ ഡി എന്ന് പേര് കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈക്വേഷൻ എങ്ങനെയാവും ഇങ്ങനെ എഴുതാം. അതായത് b² പ്ലസ് fc² എന്ന് പറയുന്നത് എന്താണ്? AD² ആണ്. ഇതെന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. അപ്പം അപ്പോളോണിയസ് തിയറത്തിന് പകരം മീഡിയൻ കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് നമുക്കിത് ഉപയോഗിക്കാം. എപ്പം, അതായത് ബാക്കി രണ്ട് മീഡിയൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മൂന്നാമത്തെ മീഡിയൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് ഈക്വേഷൻ ഉപയോഗിക്കാം. ഇനി എന്താണ് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റി പറയാം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെയാണ് വരിക എന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചു എന്നുള്ള പേര് കൊടുക്കാം. ABC. എന്താണ് എല്ലാ ട്രയാങ്കിളിനെ പോലെ മീഡിയൻ എല്ലാം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി രണ്ട് സൈഡിലേയും കൂടെ മീഡിയൻ വരയ്ക്കാം. ഇവിടെ എന്താണ് നമുക്കൊരു പോയിന്റ് കിട്ടി, എന്ത് G. ഇതാണ് സെൻട്രോയിഡ്. ഇതാണ് സെൻട്രോയിഡ്. ഇതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇതിനു മുമ്പ് നമ്മൾ സർക്കംറേഡിയസിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഓർത്തോ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഓർത്തോ സെൻറ്ററില്ല കേട്ടോ, ഞാൻ ചുമ്മാ നെയിം കൊടുത്താണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ OA = OB ആണ്. കാരണം എന്താണ് OB എന്ന് പറഞ്ഞ മീഡിയൻ, OA എന്ന് പറഞ്ഞ അതായത് AC എന്ന് പറഞ്ഞ ലൈനിനെ രണ്ടായിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ എന്താണ് OA = OB എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ ഈ O എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ് എന്താ സർക്കം സെൻറ്റർ ആണെന്ന് വിചാരിച്ചോളാം. സെൻറ്റർ ആണെങ്കിൽ എന്താണ് OA = OC = OB എന്ന് വരും. നമ്മൾ സർക്കം സെൻറ്ററിൻ്റെ അവിടെ ഇത് പഠിച്ചതാണ്. എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചൊരു സംഭവമാണ്. അതായത് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ G ആട്ടോ. സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താണ് 2:1 ആയിട്ട് എപ്പോഴും ഡിവൈഡ് ചെയ്യത്തുള്ളൂ. മുകളിലേക്ക് 2 താഴേക്ക് 1, മൊത്തം 3 പാർട്ട് ഉണ്ടാവും. മുകളിലേക്ക് 2 പാർട്ടും താഴേക്ക് 1 പാർട്ടും. അതുപോലെ എന്താണ് OB എന്ന് പറയുന്നത് എന്താണ്? OB എന്ന് പറയുന്നത് സർക്കംറേഡിയസ് ബൈ 2 ആണ്. അപ്പം OG കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഹൈപ്പോട്ടനസ് ബൈ 2 ഇൻറ്റു എന്താണ് 1/3 ചെയ്യണം. അപ്പോൾ എത്രയാണ്? ഹൈപ്പോട്ടനസ് ബൈ 6 എന്ന് വരും. എന്താണ് ഇത് വളരെയധികം ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒന്നുമില്ല, ഇക്വേഷൻ എന്താ പറയുന്നത്? അതായത് ഈ സെൻട്രോയിഡ് വരെയുള്ള ദൂരം ഇൻ ടേംസ് ഓഫ് ഹൈപ്പോട്ടനസിലാണ്. നമ്മൾ ഹൈപ്പോട്ടനസ് ബൈ 6 ചെയ്താൽ എന്താ കിട്ടുന്നത്? ഈ OG എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടും. ഇനി ഇതുപോലെ തന്നെ എന്താണ് GB കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? GB കണ്ടുപിടിക്കാൻ h/2 ഇൻറ്റു 2/3 ചെയ്തോളുക. 2 ഇൻറ്റു വെട്ടിപ്പോവും. എന്താണ് h/3. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്താണ് ഇപ്പം ഇത്ര ഹൈപ്പോട്ടനസ് തരും, എന്നിട്ട് നമ്മളോട് എന്താ ചോദിക്കുക? നമ്മളോട് സെൻട്രോയിഡ് വരെയുള്ള ദൂരം ചോദിക്കും. അല്ലെങ്കിൽ ഇവിടെ ഈ ഒറിജിനിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ദൂരം ചോദിക്കും, ഈ ഡിസ്റ്റൻസ് ചോദിക്കും, ഈ ഡിസ്റ്റൻസ് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ചോദ്യം വരാൻ ചാൻസ്. എന്താണ് നമുക്കിനി അടുത്തൊരു കോൺസെപ്റ്റ് പഠിക്കാം. ഇവിടെ ഈ ഫിഗറിൽ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ACയുടെയും BCയുടെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത് Dയും Eയും ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഒന്നെന്താണ് ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളും മറ്റേത് BEC എന്ന് പറഞ്ഞ ട്രയാങ്കിളും. ഇത് രണ്ടിലും നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? AD² എന്ന് പറയുന്നത് എന്താണ് CD² പ്ലസ് CA² എന്നും, അതായത് DAC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അതുപോലെ BEC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. BE² = എന്താണ് CE² പ്ലസ്
ബി സി സ്ക്വയർ എന്ന് വരും. ഇവിടെ അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ LHSഉം RHSഉം ഒന്ന് കൂട്ടാൻ പോവാം. അതായത് ഇവിടെ കൂട്ടുമ്പോൾ എത്ര AD സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു CD സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് CA സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് വരും. ഇനി എന്താണ് ഈ CD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ, അതായത് CD സ്ക്വയർ പ്ലസ് CE സ്ക്വയർ, അതെന്താണ് അതെന്ന് പറയുന്നത് ഡി സ്ക്വയറാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഡി സ്ക്വയർ വരും. അതുപോലെ CB സ്ക്വയർ പ്ലസ് CA സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, അത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ AB സ്ക്വയർ വരും. നമ്മളിവിടെ പൈതഗോറസ് തിയറം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഡി സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ആണ്. സംഭവം നമുക്ക് ഒന്നുകൂടെ ഇവിടെ നീക്കി എഴുതാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് എന്താണ് BA സ്ക്വയർ. എന്താണ് പഠിച്ചു വെച്ചോളാം. ഈ സംഭവം എപ്പം മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ, അതായത് D and E ആർ മിഡ് പോയിന്റ് ഓഫ് CB ആൻഡ് CA ആകുമ്പോൾ മാത്രമേ അത് നടക്കുള്ളൂ. ഈ ഇക്വേഷനെ നമുക്ക് എന്താണ് ഒന്നുകൂടെ ചെറുതാക്കി എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു മിഡ് പോയിന്റ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം. അവിടെ എന്താണ് DU Eയും CB CAയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ എന്താണ് DE എന്ന് പറയുന്ന AB/2 ആണെന്ന് പഠിച്ചു. അതെന്താണ്, അത് നമ്മളിനി ഈ ഡിയിൽ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പോവാം. അതപ്പോൾ അങ്ങനെ ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയറിന് വരെ എന്താണ് AB/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് BA സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താ പറയുക, ഇനി എടുക്കുമ്പോൾ അതായത് AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ ബൈ 4 പ്ലസ് AB സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ RHS എന്താ വരുന്നത് 4AB സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ചെയ്യുമ്പം 5AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു AD സ്ക്വയർ പ്ലസ് BE സ്ക്വയർ എന്ന് വരും. എന്താണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതും പഠിച്ചു വയ്ക്കേണ്ട സാധനം. ഇത് അതുപോലെ തന്നെ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ ബൈ AB സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 5/4. ഇതൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക, അതായത് മുകളിൽ കൊടുത്തേക്കുന്ന ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ AD സ്ക്വയർ പ്ലസ് B സ്ക്വയർ ബൈ AB സ്ക്വയർ എന്ന് പറയുന്നത് 5:4 റേഷ്യോയിലായിരിക്കും എപ്പോഴും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് ABയുടെ വാല്യൂ ഇവിടെ തന്നേക്കുന്നത് 4 എന്ന്, AB സ്ക്വയറിൻ്റെ വാല്യൂ അല്ല തന്നേക്കുന്നത്. AB സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടാൻ എന്താണ് നമുക്ക് തന്നേക്കുന്നത് 4ൻ്റെ സ്ക്വയർ എടുക്കണം. ഇവിടെ AB സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് 16 ആണെങ്കിൽ എന്താവും ഇവിടെ 5 ഇൻറ്റു 4 ചെയ്തോളാം 20 ആവും. കാരണം എന്താണ്, കാരണം എപ്പോഴും ഈ 5:4 റേഷ്യോയിൽ
എന്ത് വന്നാലും എ ഡി സ്ക്വയറും ബി സ്ക്വയറും ഡിവൈഡ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ 20 ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇനി ഇതേ ഫിഗറിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കാം. അതെങ്ങനെ നോക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സർക്കംഫറൻസ് 6 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? അതായത് ഒന്നുമില്ല, എ ബി എന്ന് പറയുന്നത് എന്താണ്? 2R ആണ്. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ, ഈ എ ബിയുടെ പകുതിയാണ് എന്ത്? സർക്കംഫറൻസ്. ഹൈപ്പോട്ടനസിൻ്റെ പകുതിയാണ് സർക്കംഫറൻസ്. ഇവിടെ എന്താണ്? നമുക്ക് ആ ഫോർമുല എഴുതാം. അതായത് 4AD² പ്ലസ് B² = 5AB². ഇനി ഇവിടെ എന്താണ്? ഈ എ ബിക്ക് നമ്മൾ എന്താണ്? 2R ഇട്ട് കൊടുക്കണം. അപ്പം 4AD² പ്ലസ് B² എന്ന് പറയുന്നത് 5 × 2R² ആവും. അപ്പം എന്താണ്? അപ്പോൾ അവിടെ 4R ആവും. 4R² ആവും. 4R² ആവും. അപ്പം 4 വെട്ടിപ്പോവും. AD² പ്ലസ് B² എന്ന് പറയുന്നത് എന്താണ്? =R² ആവും. ഈ 5 അതായത് നമുക്കെന്താ പറഞ്ഞത്? നമുക്ക് AD² പ്ലസ് B²ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാണ്? 40 വന്നിട്ടുണ്ട്. 40/5 എന്നുള്ളത് ഇവിടെ 8 എന്ന് പറയും. അതായത് R² വാല്യൂ എന്താണ്? 8 ആണ്. അപ്പോൾ R-ൻ്റെ വാല്യൂ √8 ആണ് ഉത്തരം. എന്താണ്? അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മളെന്താണ്? സ്ഥിരം ട്രയാങ്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്താണ്? എല്ലാ സൈഡിലേക്കും ഒരു മീഡിയൻ വെച്ച് കൊടുക്കുന്നു. പേര് കൊടുക്കുമ്പോൾ ABCDE. അപ്പോൾ മീഡിയൻ ആകുമ്പോൾ ഇതും സെയിം ആവും. ഇതും സെയിം ആവും. ഇതും സെയിം ആവും. നമ്മൾ ഈ കോൺസെപ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മും മീഡിയനുകളുടെ സ്ക്വയറിൻ്റെ സമ്മും എന്താണ്? എപ്പോഴും ഒരേ റേഷ്യോത്തിനായിരിക്കും. 4:3 ആയിരിക്കും. അതായത് ഇവിടെ എടുക്കുമ്പോൾ AB² പ്ലസ് BC² പ്ലസ് CA² എന്ന് പറയുന്നതല്ല, ബൈ ഈ അടുത്ത മീഡിയൻ ഓരോന്നെടുത്തുള്ള AD² പ്ലസ് B² പ്ലസ് FC² എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 4:3 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും. എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചോളാം. ഇനി ഇവിടെ എന്താണ്? ഇനി ഇവിടെ ഈ മീറ്റിംഗ് പോയിന്റ് ഇത് G ആണെന്ന് കൺസിഡർ ചെയ്തോളാം. അപ്പോൾ അത് G സെൻട്രോയിഡ് ആണെങ്കിൽ മൊത്തം AD എന്ന് പറയുന്ന 3 പാർട്ടാണ്. അതിനകത്ത് AG എന്ന് പറയുന്നത് 2ഉം GD എന്ന് പറയുന്ന 1ഉമാണ്. ഇതും അങ്ങനെ വരും. ഇവിടെ 2 1 1. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതേ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ കൂടെ, അതായത് AB² പ്ലസ് BC² പ്ലസ് CA² എന്ന് പറയുന്ന CA², അത് കഴിഞ്ഞ് താഴെ വരുമ്പം AG² പ്ലസ് BG² പ്ലസ് CG². ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം AD എന്ന് പറയുന്ന എന്താണ്? 3/2
ഓഫ് എ ജി ആണ്. അപ്പോൾ എന്താണ് എ ഡി എന്ന് പറഞ്ഞാൽ 3/2 എ ജി ആണെങ്കിൽ ഇത് ഇവിടെ ഈ എ ഡി സ്ക്വയറിന് ഇവിടെ 3/2 ഓഫ് എ ജി സ്ക്വയർ, ഇവിടെ 3/2 ഓഫ് ബി ഇ സ്ക്വയർ, 3/2 ഓഫ് ബി ഇ സ്ക്വയറിൽ ബി ജി സ്ക്വയർ വരും, 3/2 ഓഫ് ബി ജി സ്ക്വയർ വരും, ഇവിടെ 3/2 ഓഫ് എന്താണ് എഫ് ജി സ്ക്വയർ വരും. 3/2 ഇവിടെ മൊത്തത്തിൽ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ 4/3 തന്നെ വരും. അപ്പം 3/2 ഹോൾ സ്ക്വയർ ഇവിടെ മൊത്തത്തിൽ 3/2 ഹോൾ സ്ക്വയർ പുറത്ത് വരും. അത് റെസിപ്രോക്കൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ എന്താണ് 3/2 ഹോൾ സ്ക്വയർ വരും. 3/2 ഹോൾ സ്ക്വയർ എത്രയാണ്? 9/4. അപ്പം ഇത് മുട്ടിപ്പോവും 1/3. അപ്പം മൊത്തം എന്താണ് എന്ന് പറയുന്നത് ഫുള്ള് വെറും 3 ആയി അങ്ങ് മാറിക്കോളും. അതാണ് ഇക്വേഷൻ. ഇനി എന്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫോർമുല നോക്കാം. ഇവിടെ നമുക്കിപ്പം ബി ഡി ബി സി ഈക്വൽ ആണെന്ന് അതിനുണ്ട്. സെൻട്രോയിഡ് ആകുമ്പം ഇത് 2 യൂണിറ്റും 1 യൂണിറ്റും. നമുക്ക് ഇത് ഈക്വൽ 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. അതായത് ബി ഡി എന്ന് പറയുന്നത് 1 യൂണിറ്റ്, ഡി സി എന്ന് പറയുന്നത് 1 യൂണിറ്റ്, അതുപോലെ എ ജി എന്ന് പറയുന്ന 2 യൂണിറ്റ്, ജി ഡി എന്ന് പറയുന്ന 1 യൂണിറ്റ്. സാധാരണ നമ്മൾ സെൻട്രോയിഡൊക്കെ എടുക്കുന്ന പോലെ എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ, അതായത് ബി ജി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ ജി എന്ന് പറയുന്നത് എന്താണ്? ഇത് 90 ഡിഗ്രി ആവും. അതാണ് ലോ. അതായത് ആംഗിൾ ഈ ബി ജി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ഈ ബി ജി സി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആവും. അതാണ് ലോ എന്ന് പറയുന്നത്, ലോ അല്ല കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് സാറ്റിസ്ഫൈ ആവേണ്ടത്? അതായത് ബി ഡി ഡി സി സെയിം ആയിരിക്കണം, സെൻട്രോയിഡ് എ ജി വരെയുള്ള 2 യൂണിറ്റും ജി ഡി വരെയുള്ള ജി ഡി എന്ന് പറയുന്നതായിട്ടുള്ള 1 യൂണിറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യമാണ് പറയുന്നത്. അപ്പം എന്താണ് ഇത് ഓർത്ത് വയ്ക്കാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണ് ഇമ്പോർട്ടൻ്റ്? ഇനി എന്താണ് ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഒരു സംഭവം കൂടെ ഓർത്തിരുന്നാൽ മതി. ഒരു ചെറിയൊരു കോൺസെപ്റ്റും കൂടെ പഠിക്കും. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു, എന്നിട്ട് 3 മീഡിയം വരയ്ക്കുന്നു. ഈ സൈഡിലെ മീഡിയം ഇങ്ങനെ, ഈ സൈഡിലെ മീഡിയം ഇങ്ങനെ, അടുത്ത മീഡിയം ഇങ്ങനെ. പേര് കൊടുക്കുമ്പോൾ എന്താ എ ബി സി ഡി എഫ് എന്നാണ്. മിഡ് പോയിൻ്റ് ആണ്. മീഡിയൻ ആയതുകൊണ്ട് അറിയാമല്ലോ, 2 സൈഡിലേക്ക് ഈക്വലായിരിക്കും ഈ വരും. ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ തൊട്ടേ പഠിച്ചൊരു സംഭവമാണ്. അതായത് ബി ഈക്വൽ ടു എന്താണ് 6 ആണ് എന്ത് സർക്കംറേഡിയസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടനസിൻ്റെ പകുതി എടുത്താലും മതി. അപ്പം AC/2 നമ്മൾ ആദ്യം തൊട്ടേ റൈറ്റ് ട്രയാങ്കിൾ പറയുമ്പോൾ തൊട്ട് പറയുന്ന സംഭവമാണിത്. നമ്മളിനി പറയാൻ പോകുന്നതെന്ന് പറയുന്നത്, അതായത് ഈ സെൻട്രോയിഡ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലല്ലോ, ഇത് സെൻട്രോയിഡ് മാർക്ക് ചെയ്തോളാം. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് എ ജി സ്ക്വയർ പ്ലസ് സി ജി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് 5 ബി ജി സ്ക്വയർ ആണ്. ഇതും എന്താണ് കാണാൻ പഠിച്ച് വെച്ചോളാം. അത് വെച്ച് പ്രോബ്ലം വരും. നമുക്കൊരു സംഭവം കൂടെ നോക്കാം. എന്താ റൈറ്റ് ആംഗിൾ ആൾട്ടിറ്റ്യൂഡ് തിയറം. അതൊന്ന് പറഞ്ഞാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്താണ് ഒന്നുകൂടെ പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണല്ലോ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്നുകൂടെ പഠിക്കുമല്ലേ. അപ്പം എന്താണ് ABCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചു. ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഇവിടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 3 ഫോർമുല ഓർത്തിരുന്നാൽ മതി. അതായതൊക്കെയാണ് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അതായത് A² = AD × AC 1.
രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ എന്ന് പറയുന്നത് ബി സ്ക്വയർ ക്യാപിറ്റൽ ബി സ്ക്വയറിലാണ്, സ്മോൾ ബി സ്ക്വയർ ആണ്. അതായത് ഈ സൈഡ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് ഡി സി ഇൻറ്റു എ സി, ഡി സി ഇൻറ്റു എ സി. എന്താണ് അടുത്ത എന്ന് പറയുന്നത് ബി ആൾട്ടിറ്റ്യൂഡ്, അതായത് ഇത് ആൾട്ടിറ്റ്യൂഡ് ബി ഡി, അതിനെ നമുക്ക് എന്താണ് എക്സ് എന്ന് വിളിക്കാം. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്താണ് എ ഡി ഇൻറ്റു ഡി സി, എ ഡി ഇൻറ്റു ഡി സി. സോറി ഇവിടെ എക്സ് അല്ലാട്ടോ, എക്സ് സ്ക്വയർ വരും. അപ്പോൾ എന്താണ് ഇത് ഈ 3 ഇക്വേഷനും അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുന്നതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ എന്താണ് ഈ അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ സി ആണ്, ഓർത്തിരിക്കുക. ഇതിന് പുറമെ ഒരു സംഭവം ഓർത്തിരിക്കുക, അതായത് 1/a² + 1/b² എന്ന് പറയുന്നത് എന്താണ് ഈ ആൾട്ടിറ്റ്യൂഡ് 1/x² ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. അപ്പം 1, 2, 3, 4, 5 ഈ 5 ഇക്വേഷനാണ് എന്ത് നമ്മുടെ റൈറ്റ് ആംഗിൾ ആൾട്ടിറ്റ്യൂഡ് തിയറത്തിലുള്ളത്. അപ്പോൾ ഇത് 3 എന്താണ് ഈ ഇത്രയും സംഭവം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് പറഞ്ഞു പോയതാണോ എന്ന് സംശയമുണ്ട്, എന്നാലും ഞാൻ ഓർക്കുന്നില്ല. അപ്പം രണ്ടാമത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമല്ലേ.